ഈ വീഡിയോയിൽ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് ബുധനാഴ്ച UK വെച്ചിട്ട് ഒരു മീഡിയേഷൻ സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മാർക്കോ റൂബിയോ, സ്റ്റീവ് വിറ്റ്കോഫ് രണ്ടുപേരും പങ്കെടുക്കേണ്ടതായിരുന്നു, പക്ഷെ അവരതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നാണ് അറിയിച്ചത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഓൾറെഡി തന്നെ ഒരു എഗ്രിമെൻ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഉക്രൈൻ യുദ്ധം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രപ്പോസലിൽ അമേരിക്ക മാത്രമല്ല പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, അമേരിക്കയും റഷ്യയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രപ്പോസൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടത്. എന്താണ് ഇവർ തമ്മിൽ നടത്തിയ ചർച്ച, ഇപ്പൊ എന്ത് ബേസിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, ഇതിനകത്ത് റഷ്യക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ, അതേപോലെ ഉക്രൈന് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയുടെ റോൾ എന്താണ്, ഇത് മൂന്നും തന്നെ വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 1 by 1 ആയിട്ട് നോക്കാം. അപ്പൊ ഈ നെഗോസിയേഷൻ പോസിറ്റീവായിട്ട് തീരുന്ന ഒരു സാഹചര്യത്തിൽ റഷ്യക്ക് കിട്ടുന്നത് പൂർണ്ണമായിട്ടും ക്രീമിയ റഷ്യയുടേതാണെന്ന് അംഗീകരിക്കണം. അത് അമേരിക്ക അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് അമേരിക്ക ഓൾറെഡി തന്നെ ഈ ഒരു റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ്റെ അടുത്ത് ഇതിനെ അംഗീകരിക്കാൻ ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ, നീ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഇത് അംഗീകരിച്ച് തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നിലവിൽ ഈ യുദ്ധത്തിന് ക്രീമിയ അല്ല കാരണം. അതുകൊണ്ട് ഇപ്പൊ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രൊവിൻസുകളെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ക്രീമിയ ഉക്രൈൻ്റെ അടുത്ത് ഇഗ്നോർ ചെയ്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക അതിനെ അംഗീകരിക്കുന്നുണ്ട്. റഷ്യയുടെ സോവറൈൻ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിക്കുകയാണ് ക്രീമിയ. ഇത് നമ്പർ 1. ഡിഫാക്ടോ റെക്കഗ്നേഷൻ, അതായത് 4 പ്രൊവിൻസുകൾ ഏതൊക്കെയാണ്? ലുഹാൻസ് ഒബ്ലാസ്റ്റ്, അതേപോലെ ഡോണസ്ക്, കേഴ്സൺ, സപ്രോഷ്യ. ഈ 4 പ്രൊവിൻസുകളും റഷ്യയുടെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കും. അതായത് ഒക്കുപ്പൈഡ് ടെറിട്ടറി ആയിട്ട് നിലനിൽക്കും, പക്ഷെ അണ്ടർ കൺട്രോൾ ഓഫ് റഷ്യ. അതാണ് പറയുന്നത് കേട്ടോ. ഡിഫാക്ടോ റെക്കഗ്നൈസ്ഡ്, ആ രീതിയിൽ ഈ 4 പ്രൊവിൻസുകൾ നിൽക്കും. ഇതും വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. 3ാമത്തെ പോയിന്റ്, ഉക്രൈൻ വിൽ നോട്ട് ബി എ മെമ്പർ ഓഫ് നാറ്റോ. ഉക്രൈൻ ഒരിക്കലും നാറ്റോയുടെ ഭാഗമാകില്ല. ഇതും ആ അഗ്രിമെന്റിൽ എഴുതി കഴിഞ്ഞു. ഡ്രാഫ്റ്റ് ചെയ്ത്, ഞാൻ ഇപ്പൊ പറയുന്നത് ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഉക്രൈൻ നാറ്റോയിലെ മെമ്പർ ആവില്ല എന്നുള്ളത് രേഖാമൂലം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ആ എഗ്രിമെന്റിൽ. 2014 മുതലേ ഇമ്പോസ് ചെയ്തിരിക്കുന്ന സാങ്ഷൻസ് ഫുള്ളി റിവോക്ക് ചെയ്യും റഷ്യയുടെ മേളിൽ. ഇനി എന്ത് വേണം റഷ്യക്ക്? എനർജി മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലും ഫുൾ ആൻഡ് ഫുൾ US ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഇക്കണോമിക് കോഓപ്പറേഷൻ. മനസ്സിലായല്ലോ? റഷ്യ ഫുൾ ആൻഡ് ഫുൾ ഹാപ്പി ആയല്ലോ. ഇനിയിപ്പോൾ പുട്ടിന് വേറെ എന്ത് വേണം? എല്ലാം ഹാപ്പിയാണ്. വളരെ സെറ്റാക്കി സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഉക്രൈൻ്റെ സൈഡിലേക്ക് വരാം. ഉക്രൈന് എന്തൊക്കെ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പോകുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോഴാണ് കുറച്ച് സ്കെപ്റ്റിക്കൽ. ആദ്യമേ തന്നെ ഉക്രൈൻ ചോദിച്ചിരുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടി. അപ്പൊ ഈ എപ്പോഴും സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം എന്നാണല്ലോ ഉക്രൈൻ അമേരിക്കയിൽ പോയിട്ട് അടിയുണ്ടാക്കിയിട്ട് വന്നത് ട്രംപുമായിട്ട്. അപ്പൊ സെലൻസ്കിയുടെ ഭാഗത്ത് സെലൻസ്കിയുടെ റിക്വസ്റ്റ് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ 1ാമത്തെ പോയിന്റ് തന്നെ സെക്യൂരിറ്റി ഗ്യാരണ്ടി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പീസ് കീപ്പിംഗ് മിഷൻ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യും, പ്രവർത്തിക്കും, ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്തില്ല. 2ാമത് പീസ് കീപ്പിംഗ് മിഷനെ വെക്കാൻ പാടില്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. അതിലുപരിയായിട്ട് സെക്യൂരിറ്റി ഗ്യാരണ്ടി നോൺ നാറ്റോ മെമ്പർ ആയിട്ടുള്ള രാജ്യങ്ങൾ സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കാം. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളാവാം, യൂറോപ്പിൽ പുറത്തുള്ള രാജ്യങ്ങളാവാം. ഉക്രൈന് ഇഷ്ടമുള്ള രാജ്യങ്ങളെയൊക്കെ ക്ഷണിച്ചു വരുത്താം, കുഴപ്പമൊന്നുമില്ല. അമേരിക്കയും അവരുടെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കും. അല്ലാതെ അമേരിക്ക ഫുൾ ആൻഡ് ഫുൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഗ്യാരണ്ടി ഓൺ ചെയ്ത് നിൽക്കുന്ന അതിനകത്ത് പറയുന്നില്ല. പക്ഷെ സെലൻസ്കി ആവർത്തി ചോദിച്ചത് അമേരിക്കയുടെ സെക്യൂരിറ്റി ഗ്യാരണ്ടി വേണം എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ അമേരിക്ക പറയുന്നത്, ഞാൻ ജസ്റ്റ് ഒരു മീഡിയേറ്റർ ആണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു അമിക്കബിളി ഒരു എഗ്രിമെന്റ് ഉണ്ടായി ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനാണ് ഞാൻ ഇടപെടുന്നത്, അല്ലാതെ അപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് ഒന്ന് സെക്യൂരിറ്റി ഗ്യാരണ്ടി തരാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നിലപാടിൽ തന്നെയാണ് അമേരിക്ക ഉറച്ചു നിൽക്കുന്നത്. പിന്നെ കാർക്കീവ് ഒബ്ലാസ്റ്റ് ഭാഗത്ത്, ഈ കാർക്കീവ് ഒബ്ലാസ്റ്റ് എന്ന് പറഞ്ഞത് അടുത്തൊരു പ്രൊവിൻസ് ആണ്. ആ പ്രൊവിൻസിൽ റഷ്യ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ റഷ്യ റിലീസ് ചെയ്ത് കൊടുക്കും. അല്ലാതെ ബാക്കിയുള്ള 4 പ്രൊവിൻസുകളും കിട്ടത്തില്ല. ഈ ഒരു കാർക്കീവ് ഭാഗത്ത് മാത്രം കുറച്ച് റിലീസ് ചെയ്ത് കൊടുക്കും. അത് റഷ്യ ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കും. ഉക്രൈനോട് ചേർന്ന് നടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. പിന്നെ 3ാമത്, സൗത്ത് ഉക്രൈന്റെ ഭാഗത്ത് കിടക്കുന്ന നൈപ്പർ റിവർ ഉണ്ട്. നൈപ്പർ റിവറിന്റെ ഭാഗത്ത് ഒരു പാസേജ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതായത് ഉക്രൈന് കടന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു പാസേജ്. അത് സൗത്ത് ഉക്രൈൻ ഭാഗത്ത് കിടക്കുന്നതുകൊണ്ട് ഇപ്പുറത്ത് റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുമായിട്ട് ഒരു പ്രൊവിൻസ് ഉണ്ട്. ആ പ്രൊവിൻസുമായിട്ട് ഈ ഒരു റിവർ കടന്നു വന്നാലേ ഈ ഒരു പാസേജിലേക്ക്, ആ റിവർ കടന്നു വന്നാൽ മാത്രമേ ഇപ്പുറത്തും അപ്പുറത്തും പോകാൻ പറ്റുള്ളൂ ഉക്രൈന്. ഒരു പാസേജിനുള്ള പെർമിറ്റ് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിലൂടെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാം, പൊതുവഴിക്ക് ഉപയോഗിക്കാം, ആ രീതിയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നൈപ്പർ റിവറിന്റെ ഭാഗം. പിന്നെ കോമ്പൻസേഷൻ ആൻഡ് റീബിൽഡിംഗ് ദ കൺട്രി, ഇതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു വിഷയം, ഇതിന്റെ ഫണ്ട് എവിടെ നിന്നാണെന്നുള്ളതോ അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നോ
ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല, ഈ എഗ്രിമെന്റിൽ വെച്ചിട്ടില്ല. ഇതാണ് ഉക്രൈന്റെ ഭാഗത്ത് അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം യൂറോപ്യൻ യൂണിയൻ ഇതിനകത്ത് ഇപ്പോഴും കുറച്ച് സ്കെപ്റ്റിക്കലാണ്, അവർ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ഉക്രൈൻ അമേരിക്ക മിനറൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെക്കണം. വ്യാഴാഴ്ച, വിച്ച് മീൻസ് നാളെ, ടുമോറോ. അതിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ വിതിൻ 1 വീക്കിൽ സ്റ്റീവ് വിറ്റ്കോഫ് ഈ ഒരു എഗ്രിമെന്റുമായിട്ട് വീണ്ടും മോസ്കോ സന്ദർശിക്കും. അവിടെ പുടിനുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി എന്ന് പറഞ്ഞിട്ട് വൺ സൈഡ് അവര് ഒരു കൺസെന്റ് രേഖപ്പെടുത്തി പുടിൻ സിഗ്നേച്ചർ ഇട്ട് അത് കൊടുക്കുന്നതായിരിക്കും. റഷ്യയുടെ ഭാഗത്തുനിന്ന് വളരെ കൈൻഡ്ഫുൾ ആയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരേ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ശരിയാണ്, സോൾജേഴ്സ് കുറേയൊക്കെ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ട്. പിന്നെ അവർ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്ന ഒരു സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നിർത്തി സമാധാനമായിട്ട് മുന്നോട്ട് പോവാം എന്ന് റഷ്യ പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഓപ്ഷൻ ആയിട്ട് ഇതിനകത്ത് ഈ ഒരു എഗ്രിമെന്റിൽ കാണാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ റഷ്യ ഒന്നും തന്നെ വിട്ടുകൊടുത്തതായിട്ട് നമുക്ക് ഈ റിപ്പോർട്ടിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നില്ല. റഷ്യ അവരുടെ സ്റ്റാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത് അമേരിക്കയുടെ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ബിസിനസ് താല്പര്യമാണല്ലോ. അത് പറഞ്ഞ കണക്ക് സെപ്പറോഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ട്. അതാണ് യൂറോപ്പിലുള്ളതിൽ തന്നെ ഏറ്റവും വലിയൊരു പവർ പ്ലാന്റ്. ആ പവർ പ്ലാന്റ് അമേരിക്ക ഹാൻഡിൽ ചെയ്യും. ഇനി മുതൽ അവരായിരിക്കും അത് പ്രവർത്തിപ്പിക്കുക. പവർ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലം ഉക്രൈന് സ്വന്തമാണ്, അതും പറഞ്ഞിട്ടുണ്ട്. ഈ സെപ്പറോഷ്യ ഫുൾ ആൻഡ് ഫുൾ റഷ്യ എടുത്താലും ഈ പവർ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലം മാത്രം ഉക്രൈന് അവകാശപ്പെട്ടതാണ് എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. അത് ഈ ഒരു എഗ്രിമെന്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പവർ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഇലക്ട്രിസിറ്റി രണ്ട് രാജ്യങ്ങൾക്കും, ഉക്രൈനും റഷ്യയ്ക്കും ഈക്വൽ ആയിട്ട് അമേരിക്ക വീതിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെയും ഒരു ഈ ഓപ്പറേഷണൽ റൈറ്റ്സ് എടുത്തിരിക്കുകയാണ് അമേരിക്ക. ഇനി അത് വെച്ചിട്ട് എന്തൊക്കെ കളികളുണ്ട്, ഇനിയിപ്പോ ഇതിന്റെ ചാർജസ് എന്താണ്, ഈ എനർജി മേഖലയിലും കൂടെ അവർ ഇച്ചിരി കൈയിട്ട് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അമേരിക്ക. ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇത് ഉക്രൈന്റെ അവസാനത്തെ അവസരമാണ്. അതായത് ഈ വ്യാഴാഴ്ച മിസ് ചെയ്ത് ഇനിയും മിനറൽ ഡീൽ ഒപ്പുവെക്കുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ അലമ്പിത്തിരിഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു നെഗോസിയേഷൻ ചർച്ചയിൽ നിന്നും വാക്കൗട്ട് ചെയ്യാൻ യാതൊരു മടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ്. പിന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കിക്കോണം, അമേരിക്ക ഒരു തരത്തിലും ഇടപെടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ഓപ്ഷനാണ് തേഴ്സ്ഡേ എന്ന് പറയുന്നത്, ഈ ഒരു മിനറൽ ഡീലിൽ ഒപ്പിടാൻ. അത് ഒപ്പിട്ടാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കൂ. ഇതിനകത്ത് ഉക്രൈനിന് എന്ത് നടന്നാലും നടന്നില്ലെങ്കിൽ ഒരു വിഷയമില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇത് മിനറൽ ഡീൽ കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു ലെറ്റർ അങ്ങ് എഴുതുക, മിസ്റ്റർ പുടിൻ നിങ്ങളുടെ കണ്ടീഷൻസ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു, എല്ലാം അംഗീകരിച്ചിരിക്കുന്നു, ഓക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ മിനറൽ ഡീലെങ്കിലും സ്വന്തമായിട്ട് നടത്തി ആ രാജ്യത്തിന് 10 പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങളും ഉണ്ടാക്കാമായിരുന്നു. അതുപോലും ആ ഒരു ബുദ്ധി പോലും ഇല്ലാത്ത ഒരു മണ്ടനായി പോയി. അതുകൊണ്ട് മിനറൽ ഡീൽ ഉൾപ്പെടെ പല കാര്യങ്ങൾ ഇനിയിപ്പം നാട്ടുകാർ കൊണ്ടുപോകാൻ പോകുന്നത്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും നേട്ടം ഉക്രൈനുണ്ടോ? ഒരു നേട്ടവും ഇല്ല. നഷ്ടപ്പെട്ടതെല്ലാം അതേപടി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു ഗെയിനും ഇല്ല. ഞാൻ കണ്ടതിൽ ഒരേ ഒരു ഗെയിൻ എന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇരിക്കുന്ന സ്ഥലം, അത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് നമുക്ക് അറിയത്തില്ല. ആ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമാണ് സെപ്പറോഷ്യയിൽ നിന്നും ഉക്രൈന്റെ ഭാഗത്ത് കിട്ടുന്നത്. വേറെ ഒന്നും കിട്ടുന്നില്ല. ഇതിലുപരിയായിട്ട് ഒരു ബെനിഫിറ്റും ഉക്രൈന് കിട്ടുന്നില്ല. കംപ്ലീറ്റ് പോവാണ്. അതാണ് ഇപ്പൊ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഡ്രാഫ്റ്റിൽ ഒരു മാറ്റങ്ങളും വരുത്താൻ തയ്യാറല്ല എന്ന ഒരു കാരണം കൊണ്ടാണ് സ്റ്റീവ് വിറ്റ്കോഫും മാർക്കോ റൂബിയോയും ഈ ഒരു മീറ്റിംഗിൽ, ഇന്നത്തെ ലണ്ടൻ മീറ്റിംഗിൽ നിന്ന് മാറി നിന്നത്. അതിന് പകരം ഉക്രൈന്റെ എൻവോയ് ആയിട്ടുള്ള ഉക്രൈൻ അംബാസിഡർ കെയ്ത്ത് കെല്ലോക്സിനെ ഈ ഇന്നത്തെ ലണ്ടൻ മീറ്റിംഗിലേക്ക് അവർ അയച്ചു വെച്ചത്. അപ്പൊ അമേരിക്ക പങ്കെടുത്തില്ല എന്ന് പേര് വേണ്ട, അമേരിക്ക പങ്കെടുത്തു, അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി. അപ്പൊ അതിനകത്ത് അവർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ യൂറോപ്പ് റിക്വസ്റ്റ് ചെയ്തത് 30 ഡേയ്സിനുള്ള ഒരു ഷോർട്ട് സീസ് ഫയർ ആണ് വേണ്ടത് എന്നാണ് യൂറോപ്പിന്റെ സപ്പോർട്ടോടുകൂടി ഉക്രൈൻ ആവശ്യപ്പെട്ടത്. 30 ദിവസത്തെ സീസ് ഫയർ. ഈ 30 ദിവസത്തെ സീസ് ഫയർ റഷ്യ കൊടുക്കില്ല. കാരണം വീണ്ടും ഉക്രൈൻ സ്റ്റേബിൾ ആയിട്ട് ആയുധങ്ങൾ മേടിച്ചു കൂട്ടാനും പൈസ ഉണ്ടാക്കാനും ഈ മാതിരിയുള്ള നടപടിക്രമങ്ങൾ, അതായത് അടുത്ത ഘട്ട യുദ്ധത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തും. ആ തയ്യാറെടുപ്പ് റഷ്യ അനുവദിക്കില്ല. അതുകൊണ്ടാണ് അവർ സീസ് ഫയർ, ഷോർട്ട് ടേം സീസ് ഫയർ വേണ്ട എന്ന് പുടിൻ പറയുന്നത്. നിർത്തുന്നെങ്കിൽ മൊത്തത്തിൽ നിർത്തുക, അതാണ് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് പുടിൻ റിക്വസ്റ്റ് ചെയ്തത്, അതായത് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഈ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും പുടിൻ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തു. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതായത് എന്നാണോ ഉക്രൈൻ ഈ ഒരു സീസ് ഫയർ അംഗീകരിക്കാൻ തയ്യാറാകുന്നത്, ആ ഡേറ്റ് വരെയുള്ള സ്ഥലം ഞങ്ങൾ എവിടെയൊക്കെ ഒക്കുപൈ ചെയ്തിട്ടുണ്ടോ ആ സ്ഥലം എവിടെയാണോ ഞങ്ങളുടെ ഫ്രണ്ട് ലൈൻ നിൽക്കുന്നത്, ആ ഫ്രണ്ട് ലൈൻ വരെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ സ്വന്തമാക്കും എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട് പുടിന്റെ ബുദ്ധി? ലാസ്റ്റ് മിനിറ്റ് വരെ എന്റെ ഫ്രണ്ട് ലൈൻ സോൾജേഴ്സ് പൊരുതി നേടുന്ന സ്ഥലം, ഇല്ലെങ്കിൽ ഒക്കുപൈ ചെയ്തെടുക്കുന്ന സ്ഥലം, അത് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പുടിൻ വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്.
ഇതിനകത്ത് പുടിൻ ഒരു രീതിയിലും ഒരു ചെറിയ കോംപ്രമൈസിന് പോലും തയ്യാറായിട്ടില്ല. ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും റഷ്യക്ക് ഫേവർ ആയിട്ടാണ് ഈ ഫുൾ എൻറ്റയർ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യൂറോപ്പ് ഇപ്പോഴും സ്റ്റിൽ സ്കെപ്റ്റിക്കലായിട്ട് തിങ്ക് ചെയ്ത് നിൽക്കുന്നത്. ഇതുവരെ ഒരു രീതിയിലുള്ള മറുപടിയും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. മാക്രോണും സ്റ്റാർമർ എല്ലാം ഇന്ന് സൈലന്റ് ആയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആരാണോ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തി ഇതിനെതിരെ വരുന്നത് അവർ ഫുൾ ആൻഡ് ഫുൾ ഉക്രൈന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. ആ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇവർ രണ്ടുപേരും ഇപ്പൊ ഈ ഒരു ഹെവി ആയിട്ടുള്ള ഒരു വെയിറ്റ്, ഒരു ഭാരം ഫീൽ ചെയ്യുന്നത്. UK സ്റ്റാർമറും അതേപോലെ ഫ്രാൻസിലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഇവർ രണ്ടുപേരും ഇന്ന് കുറച്ച് പതുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിച്ചാൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ 3 ദിവസത്തിനകത്ത് റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഒരു തീരുമാനം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞത് ഈ ഒരു വിഷയം കൊണ്ടാണ്. അപ്പൊ എന്തായാലും അത് ഇന്ന് തന്നെ അറിയാൻ പറ്റി. നാളെ ഉക്രൈനിലെ സെലൻസ്കി റെയർ എർത്ത് മിനറലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ടുള്ള കരാറിൽ ഒപ്പുവെക്കുന്നു എങ്കിൽ അതോടുകൂടി റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നു. അപ്പൊ എന്തായാലും നാളെ വരെ ഒന്ന് കാത്തിരിക്കേണ്ടി വരും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.